Hey guys, welcome to Red Stain Anfield. My name is Akhil. 25-26 Premier League campaign start ചെയ്തു on Friday. എല്ലാവർക്കും അറിയാം ലിവർപൂൾ വേഴ്സസ് ബോൺമൗത്ത് ആയിരുന്നു ഫസ്റ്റ് മാച്ച്. കുറച്ച് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നൊരു മാച്ചായിരുന്നു. സ്റ്റഡി സ്റ്റാർട്ട് എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഫോർ ലിവർപൂൾ. ആൻഡ് ആസ് എക്സ്പെക്റ്റഡ് ലിവർപൂൾ വൺ ദ ഗെയിം, ബട്ട് കുറച്ച് ഒരു ഹാർഡ് ടൈം കിട്ടി നമുക്ക്. ഫ്രം 64 to ഓൾമോസ്റ്റ് ലൈക്ക് 60 minutes to 80 minutes നമ്മുടെ കൺട്രോളിലായിരുന്നില്ല ഗെയിം. ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഓൺ ബോൺമൗത്ത് സൈഡ്. ഹാറ്റ്സ് ഓഫ് ടു ദം. ആൻഫീൽഡിൽ വന്ന നൈറ്റ് ഗെയിം, അതും പ്രീമിയർ ലീഗിൽ ഇത്ര ഇമോഷണൽ ആയിട്ടൊരു നൈറ്റ്, ഡിയോഗോ ജോട്ടയുടെ സഡൻ ഡിമൈസിന് ശേഷമുള്ള വെരി ഫസ്റ്റ് ഗെയിം അറ്റ് ആൻഫീൽഡ് അവർ വന്ന് ഇതുപോലെ പെർഫോം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാറ്റ്സ് ഓഫ് ടു ദം. സെമെന്യു ആൻഡ് ഓൾ ദ ഹോൾ ടീം deserves the what you call recognition for sure. നമ്മൾ കുറച്ച് അധികം എപ്പോഴും കണ്ടിട്ടുണ്ട് കഴിഞ്ഞൊരു സീസണിലാണെങ്കിലും ഓൾമോസ്റ്റ് ലൈക്ക് 2 goals അപ്പ് ആണെങ്കിലും ശരി, മേ ബി 1 goal ലീഡ് ഉണ്ടെങ്കിലും ശരി, ആനസ്റ്റോട് എപ്പോഴും ചെയ്യുന്നൊരു മിസ്റ്റേക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ് ആള് ഡിഫെൻസീവ് പ്ലെയേഴ്സിനെ ഗ്രൗണ്ടിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒഫെൻസീവ് പ്ലെയേഴ്സിനെ പുള്ളി വലിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പലതവണ. അത് ഒരുപാട് സമയത്ത് നമുക്ക് എന്താ പറയുക, ഡിസൈർഡ് റിസൾട്ട് കിട്ടാതിരിക്കാൻ സാധ്യതയുള്ള സമയങ്ങൾ വന്നിട്ടുണ്ട്, കിട്ടിയിട്ടുമുണ്ട്. കഴിഞ്ഞ വർഷം വോൾസായിട്ട് ആൻഫീൽഡ് കളിച്ചപ്പോൾ വി ഗോട്ട് ദ റിസൾട്ട് വാട്ട് വി വാണ്ടഡ്, ബട്ട് അതിനൊരു ചെറിയൊരു എന്താ പറയുക 2-0 അപ്പായിരുന്നത് മാത്യൂസ് ക്യൂനിയുടെ ഗോളിൽ 2-1 ആയി. അതിനുശേഷമാണ് നമ്മൾ ആ ഗെയിം സംഭവം വി മാനേജ് ടു വിൻ ദ ഗെയിം. അപ്പോൾ പറഞ്ഞു വന്നത്, ഇറ്റ് വാസ് എ ഗുഡ് സ്റ്റാർട്ട്, ഹെൽ ഓഫ് എ ഗെയിം ആസ് എ സ്റ്റാർട്ടർ. ഇത്രയും നല്ലൊരു ഓപ്പണർ ആയിരിക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇറ്റ് വാസ് ഗോയിങ് വെരി സ്റ്റഡി അൺടിൽ 60 minutes. നമ്മൾ സെക്കൻഡ് ഗോൾ സ്കോർ ചെയ്തു. അത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗെയിം ഒറ്റയടിക്ക് അവരുടെ ഒരു ഗോളിൽ കംപ്ലീറ്റ്ലി ഷെയ്ക്കണായി നമ്മുടെ എല്ലാ പ്ലെയേഴ്സും, ഈവൻ കോച്ച് എല്ലാവരും. ആ ഒരു 1 goal കയറിയതിന് ശേഷമാണ് ഹ്യൂഗോ കിറ്റിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. പിന്നീട് മാച്ച് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഹി വാസ് ഫീലിംഗ് സം ക്രാംസ് ആൻഡ് ഓൾ. അതുകൊണ്ടാണ് വലിച്ചത് ആളല്ലാതെ ഇറ്റ് വാസ് നോട്ട് എ ടാക്ടിക്കൽ ഡിസിഷൻ. ഇറ്റ് വാസ് കൈൻഡ് ഓഫ് സംതിങ് റിലേറ്റഡ് ടു സം മെഡിക്കൽ തിങ്സ്. ആരും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല അതിനകത്ത്. ദീസ് ആർ ന്യൂ പ്ലേയേഴ്സ്, ദേ നീഡ് ടു ഗെറ്റ് അഡാപ്റ്റഡ് ടു പ്രീമിയർ ലീഗ്. അപ്പോൾ അതിന് ടൈം എടുക്കും. ആ ഒരു പീരിയഡ് എന്തായാലും കൊടുത്തേ പറ്റൂ. ആൻഡ് ഹ്യൂഗോ കിറ്റിക്ക് ഡിസേർവ്സ് ഓൾ ദ പ്രൈസ്. ഒരു ഫസ്റ്റ് ടൈമറിന് അത്ര എളുപ്പമല്ല പ്രീമിയർ ലീഗിൽ ഇതുപോലൊരു നൈറ്റ് വന്നിട്ട് ഇതുപോലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാന്ന് പറഞ്ഞാൽ ഗോൾ ആൻഡ് ആൻ assist was great actually, in the sense that he explored the gap spaces on the pitch. Assist was nothing special when it comes to ball കൊടുത്തൊരു ഇത് വെച്ച് നോക്കിയാൽ അത്ര എന്താ പറയുക ഭയങ്കര എടുത്തു പറയേണ്ട ഒരു അസിസ്റ്റ് ഒന്നുമല്ല. പക്ഷെ ആ സ്പേസിലേക്ക് പുള്ളി ഓടിക്കയറിയതുകൊണ്ടാണ് ഗ്യാപ്പോന് അകത്തേക്ക് കട്ട് ചെയ്ത് വരാനുള്ളൊരു സ്പേസ് കിട്ടിയത്. ആസ് എക്സ്പെക്റ്റഡ് ഈ ഗെയിം വീക്കിൽ എല്ലാവരും പ്രഡിക്റ്റ് ചെയ്തിരുന്ന പോലത്തെ റിസൾട്ടുകളാണ് എല്ലാ ഗെയിമിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഗെയിം ലിവർപൂൾ വേഴ്സസ് ബോൺമൗത്ത് എല്ലാവരും ലിവർപൂളിനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ 1 by 1 നമ്മൾ നോക്കുകയാണെങ്കിൽ ആസ്റ്റൺ വില്ല ന്യൂകാസിൽ ഗെയിം, ഓഫ് കോഴ്സ് ന്യൂകാസിലിൻ്റെ കാര്യം കുറച്ച് കഷ്ടമാണ്. ഓൾദോ അലക്സാണ്ടർ ഈസാക്ക് ഈസ് ഗെറ്റിംഗ് ലിങ്ക്ഡ്, മേ ബി നോട്ട് ഗെറ്റിംഗ് ലിങ്ക്ഡ്, ഹി ഈസ് മോസ്റ്റ്ലി ലിങ്ക്ഡ് ടു ലിവർപൂൾ. അപ്പോൾ നമുക്ക് അതൊരു സന്തോഷിക്കാനുള്ളൊരു ഫാക്ടറാണ്. ഓഫ് കോഴ്സ് അലക്സാണ്ടർ ഇസാക്ക്, വി ഡോ വാട്ട് ഹീസ് ഗോയിങ് ടു ബ്രിങ് ടു ദ ടേബിൾ. എല്ലാ സ്ട്രൈക്കിങ്ങിൽ നമുക്ക് ഓൾറെഡി ഡിപ്പാർച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആൾക്കാരെ കൊണ്ടുവന്നേ പറ്റും. വരാൻ പോകുന്ന പ്ലേയേഴ്സിൽ ഒന്ന് ഇസാക്കാന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി വി ആർ ഓൾ ഹാപ്പി. ബട്ട് ദ വേ ദാറ്റ് ഹീ ഈസ് ഡൂയിങ് ടു ഗെറ്റ് ടു ലിവർപൂൾ, നോട്ട് ലൈക്ക് എവ്രി ലിവർപൂൾ ഫാൻ, എനിക്ക് അതിനകത്ത് കുറച്ച് ബുദ്ധിമുട്ട് തോന്നി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ന്യൂകാസിൽ ആളെ വിൽക്കാൻ തയ്യാറല്ല എന്നുള്ളൊരു അഡമൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ആസ് എ പ്ലെയർ നമ്മുടെ ടീമിലുണ്ടായിരുന്നു. ഈവൻ ദോ നമ്മളെല്ലാവരും വിൽക്കാൻ റെഡി ആയിരുന്നെങ്കിൽ കൂടെയും പ്രീ സീസണിൽ വരെ എല്ലാവരും ഇൻവോൾവ് ആയിരുന്നു. ന്യൂനെസ് ഫൈനൽ ഗെയിം വരെ കളിച്ചിട്ടാണ് ഡിപ്പാർട്ട് ചെയ്തത്. ലൂയിസ് ഡിയാസ് വാസ് പാർട്ട് ഓഫ് ദ ടീം. കളിച്ചില്ല ഒരു പ്രീ ഗെയിമിൽ പോലും, എങ്കിലും ഹി വാസ് ദർ ഇൻ ജപ്പാൻ വിത്ത് ദ ടീം വെൻ ദ ടീം വാസ് ഹാവിങ് ദ ടൂർ ദർ. അപ്പോൾ ആ ഒരു സമയത്തു നിന്നാണ് പുള്ളി അവിടെ നിന്ന് മ്യൂണിക്കിൽ പോയിട്ട് മെഡിക്കലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ടീമിൽ ഫുൾ ടൈം ഇൻവോൾവ് ആയിരുന്നു അവരൊക്കെ. അത് വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ ഐഡിയൽ സിറ്റുവേഷൻ ഫോർ ന്യൂകാസിൽ വിത്ത് അലക്സാണ്ടർ ഈസാക്ക്. അതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല ഇപ്പോൾ. വി ഹാവ് ടു ടോക്ക് അബൌട്ട് അലക്സാണ്ടർ ഈസാക്ക്. അലക്സാണ്ടർ ഈസാക്കിൻ്റെ അഡീഷൻ എന്ന് പറയുന്നത് ലിവർപൂളിനൊരു ബൂസ്റ്റ് തന്നെയായിരിക്കും, ലിവർപൂളിൻ്റെ ഫയർ പവറിന്.
But we need to talk about the defensive problems what Liverpool have right now. നമ്മൾ കമ്മ്യൂണിറ്റി ഷീൽഡ് ഫൈനലിലും കണ്ടു, ആൻഡ് വി സോ ദിസ് ഇൻ ദ ഓപ്പണർ ഓഫ് ദ പ്രീമിയർ ലീഗ്. ബോൺമൗത്ത് ഇതുപോലൊരു കംബാക്ക്, ഓൾദോ വി നോ ദേ ആർ എ വെരി ഗുഡ് ടീം. അവർക്ക് ഈ 2 ഗോളല്ലാതെ കൂടുതൽ ഗോളടിക്കാനും കഴിയുന്ന ടീമാണ്. കൗണ്ടർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഐ മീൻ കൗണ്ടർ അറ്റാക്ക് ഫുട്ബോളിൽ ദേ ആർ വെൽ നോൺ. അവരുടെ ഡിഫെൻസീവ് പ്ലേയേഴ്സിൽ ഹോയ്സൺ ആയിക്കോട്ടെ, കെർക്കേസ് ആയിക്കോട്ടെ, അവരെല്ലാവരും പോയി ടീമിൽ നിന്ന്. There's another player, I forgot his name. He also joined PSG on the last couple of days of, starting the Premier League. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവർക്കൊരു കംപ്ലീറ്റ്ലി ബാക്ക് ലൈൻ എന്ന് പറയുന്നത് പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു ന്യൂ ക്യാമ്പയിന് കളിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടും അവരത്ര വൾണറബിൾ ആയിട്ടുള്ള ഒരു സമയത്ത് നമുക്ക് ഫീൽ ചെയ്തില്ല. ദേ വർ ഓൾ ഗ്രേറ്റ് ആക്ച്വലി. അത് കഴിഞ്ഞ് നമ്മൾ പറയേണ്ടത് ലിവർപൂളിൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ കെർക്കേഷിൻ്റെയും അതുപോലെ ഫ്രിംഗ്പോങ് വാസ് നോട്ട് ഫ്രീ. ഹോൾ ഗെയിമിൽ പുള്ളി അപ്പ് ദ പിച്ച് കളിച്ചതിനേക്കാളും കൂടുതൽ ഡിഫെൻസീവിലാണ് കളിച്ചത്. അത് ഐ ഡോണ്ട് നോ, എന്തെങ്കിലും ടാക്ടിക്കൽ ഇതാണോ ആണെന്ന് തോന്നുന്നു ആക്ച്വലി, ദ കൈൻഡ് ഓഫ് ഗെയിം വാട്ട് വി വർ ഹാവിങ്. പിന്നെ കെർക്കേഷ് ഓവർ കമ്മിറ്റഡ് ആവുന്നുണ്ട് ചില സമയത്ത്. ഇറ്റ്സ് നോട്ട്, ഇപ്പോൾ ഒരു ക്യാമ്പയിൻ തുടങ്ങി ആദ്യത്തെ 2 ഗെയിമായിട്ടുള്ളൂ. സോ ഇറ്റ്സ് ടു ഏർലി ടു ജഡ്ജ് ഹിം. എന്നാലും നമ്മൾ കണ്ടത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ഷീൽഡ് ആണെങ്കിലും 1-2 ഇൻസ്റ്റൻസിൽ നമ്മൾ കണ്ടു, അതുപോലെ പ്രീമിയർ ലീഗ് ക്യാമ്പയിനിൽ നമ്മൾ കണ്ടു. അതുപോലെ കമ്മിറ്റ് ചെയ്ത് ഫൗളാവുക, യെല്ലോ കാർഡ് മേടിക്കുക. ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആക്ച്വലി ഫോർ ഹിം to adapt and all, but overall defensively അത്ര vulnerable ആയിട്ട് ഫീൽ ചെയ്തില്ല. he will be kind of improving with the squad and everything. പിന്നെ എടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൻ ഡൈക്ക് ആൻഡ് കൊനാട്ടെ, ആദ്യം ലൂസിങ് ദ സ്പാർക്ക് എന്ന് പറഞ്ഞൊരു ഡിബേറ്റ് ഓൾറെഡി നടക്കുന്നുണ്ട്. നോ, ഐ ഡോണ്ട് തിങ്ക് സോ. വാൻ ഡൈക്കിന് ഓഫ് കോഴ്സ് എന്താ പറയുക, ഏജും കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും വാൻ ഡൈക്ക് ഈസ് വാൻ ഡൈക്ക്. ഏറ്റവും കൂടുതൽ ക്ലിയറൻസ് 15 ക്ലിയറൻസ് എന്നുണ്ടായിരുന്നു ഹോൾ ഗെയിമിൽ. അതുപോലെ അവർ ഫസ്റ്റ് ഗോൾ അടിച്ച് പിന്നെ അവർക്കൊരു കൗണ്ടർ അറ്റാക്ക് ചാൻസ് വീണ്ടും കിട്ടിയിരുന്നു. ആ ബോൾ ക്രോസിന് വന്നപ്പോൾ വാൻ ഡൈക്കാണ് വന്ന് ഇൻ്റർസെപ്റ്റ് ചെയ്തത്. അതൊക്കെ ആ അവയർനെസ്സും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. ആൻഡ് ദ ലീഡർഷിപ്പ് ക്വാളിറ്റി വാട്ട് ഹി ഹാസ്, അതും നമുക്ക് കാണാം. പക്ഷേ ടാക്ടിക്കലി നമുക്കിപ്പോൾ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റയൻ ഗ്രാവൻബർച്ച് ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ നമ്മൾ കളിക്കുമ്പോൾ നമുക്ക് വരുന്നൊരു പ്രശ്നമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെയാണ്. വിങ് ബാക്സ് അറ്റാക്കിന് പോകുമ്പോൾ 2 പേരിലേക്ക് ചുരുങ്ങുന്നുണ്ട്. അപ്പോൾ ആ ചുരുങ്ങുന്ന സമയത്ത് ഡിഫെൻസീവ് മിഡ്ഫീൽഡിലുള്ള ആൾ ഡിഫൻഡർ പൊസിഷനിലേക്ക് വന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ 3 man ബാക്കിന് വേണ്ടിയിട്ട് റീഇൻഫോഴ്സ്മെൻറ്റ്സ് വരുന്നതിന് മുമ്പ് അവർക്ക് ആളെ ഹോൾഡ് അപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ടെമ്പററി അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ആ 3 man ബാക്ക് എന്ന് പറയുന്നത്. ആ ഒരു സിറ്റുവേഷൻ നല്ല രീതിയിൽ ഒപ്പണൻറ്റ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് അവരെ 2 ഗോളും സ്കോർ ചെയ്തത്. മോസ്റ്റ് ഓഫ് ദ ടൈം 2 versus 4 നമ്മൾ ചുരുങ്ങി. അത് ഐഡിയൽ സിറ്റുവേഷൻ അല്ല. അത് പ്രീമിയർ ലീഗിൽ ഫസ്റ്റ് ഗെയിമിൽ ബോൺമൗത്തിൻ്റെ ഒപ്പം ഇതാണ് അവസ്ഥയെങ്കിൽ വി ഹാവ് ടു പ്ലേ ന്യൂ കാസിൽ നെക്സ്റ്റ് വീക്കാണ്. അത് കഴിഞ്ഞിട്ട് ആർസനൽ ആണ് ആൻഫീൽഡിലേക്ക് വരുന്നത്. ടഫ് ഗെയിംസ് ആണ് ഇനി ഓൾമോസ്റ്റ് എല്ലാം വരാൻ പോകുന്നത്. സോ നോ ഈസി ഗെയിംസ് അറ്റ് ദിസ് ലെവൽ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിലേക്ക് നമ്മളൊരു ഡിഫൻഡറിനെ ഇപ്പോൾ സൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് റൊട്ടേഷനും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഈസ് എ യങ്സ്റ്റർ, അഡാപ്റ്റബിൾ ആയിട്ടുള്ളൊരു ഇറ്റാലിയൻ. അത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡിഫെൻസീവ് വൾണറബിലിറ്റീസ് ഉണ്ട് എന്നുള്ളത് പുള്ളി പറഞ്ഞിരുന്നു. മാർക്കറ്റിൽ അവൈലബിലിറ്റി അല്ലെങ്കിൽ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ദേ ഹാവ് ടേക്കൺ 1 step ടു ക്ലോസ് ദാറ്റ് ഗ്യാപ്പ്. അങ്ങനെയാണ് ഒരു ഡിഫൻഡറിനെ സൈൻ ചെയ്തു. ഇപ്പം ഇനി അടുത്തത് മാർഗേഹിയായിട്ട് കുറച്ച് 1 year ലെഫ്റ്റ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. വാല്യുവേഷൻ്റെ ഒരു പ്രശ്നമുണ്ട്. വാല്യുവേഷൻ ഇതുവരെ മാച്ച് ആയിട്ടുള്ള 2 ടീംസിൻ്റെയും. അതുകൊണ്ട് ആണ് ഇപ്പോൾ ആ ഒരു ഡീൽ, ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് ഗോൺ ടു ടേക്ക് ഓഫ് ഓർ ഇറ്റ്സ് ഗോൺ ടു ബി കൊളാപ്സിങ്. ബട്ട് ഐ തിങ്ക് വാൻ ഡൈക്ക് ആൻഡ് കൊനാട്ടെ ഈസ് ഗോയിങ് ടു ഹാവ് എ ബെറ്റർ സീസൺ. ആദ്യത്തെ 2 ഗെയിമിൽ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല എന്ന് നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ഇവരുടെ കാര്യത്തിൽ നമുക്കത് പറയാൻ പറ്റില്ല. 82 days കഴിഞ്ഞിട്ടുള്ള ഒരു കോമ്പറ്റീറ്റീവ് ഗെയിമിലേക്ക് വരുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു ഇതായിരിക്കാം. സോ വിൽ സീ ദാറ്റ്. ടോക്കിംഗ് അബൌട്ട് ദ റെസ്റ്റ് ഓഫ് ദ ഫിക്സ്റ്റേഴ്സ്, നമ്മളിപ്പോൾ ആസ്റ്റൺ വില്ല ന്യൂ കാസിലെ പറഞ്ഞുകൊണ്ടിരുന്നത്. ന്യൂ കാസിലിൽ നിന്ന് ഇന്നലെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ആ ഒരു നമ്പർ 9 പൊസിഷനിൽ കളിച്ച്. ഞാൻ ആ ഗെയിം ഫുള്ള് കണ്ടപ്പോൾ തോന്നിയത് അവർക്ക് ഇനീഷ്യലി ഗെയിമിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ദേ വർ ലൂസിങ് ദ ബോൾ മൾട്ടിപ്പിൾ ടൈംസ് അറ്റ് ക്രൂഷ്യൽ ലൊക്കേഷൻസ്. അത് ഇൻ്റർസെപ്റ്റ് ചെയ്ത് കറക്റ്റ് സമയത്ത് തന്നെ
നമ്പർ 9 അല്ലെങ്കിൽ വിങ്ങിലേക്ക് കൊടുക്കാൻ അവർക്ക് പറ്റുന്നുണ്ടായിരുന്നു. ക്രോസസ് വാസ് കമ്മിങ് ഇൻ ഓൾ ദ ടൈം. ഹെഡർ ചാൻസുകൾ ഇഷ്ടംപോലെ വന്നു. ഹെഡ് ചെയ്യാനുള്ള ഹെഡ് ചെയ്തു 1-2 ആൻ്റണി ഗോർഡൻ, ബട്ട് ഇറ്റ് വാസ് ഫ്ലൈങ് ഓവർ ദ ക്രോസ് ബാർ. അപ്പോൾ അവിടെ അവർക്ക് മിസ് ചെയ്തത് അലക്സാണ്ടർ ഇസാക്കിൻ്റെ പ്രസൻസ് ആണ്. കാരണം അത്ര ഹൈറ്റ് ഉള്ള ഒരു സ്ട്രൈക്കർ ആ പൊസിഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഗോൾ എന്തായാലും അവർക്ക് ആ ഒരു ഫസ്റ്റ് ഹാഫിനുള്ളിൽ തന്നെ മിനിമം ദേ വുഡ് ഹാവ് സ്കോർഡ്. സോ ഫാൻസ് ഒട്ടും ഹാപ്പി അല്ല ന്യൂകാസലിൻ്റെ. ആൻഡ് നെക്സ്റ്റ് വീക്ക് ഫോർ ലിവർപൂൾ ഇസ് നോട്ട് ഗോയിങ് ടു ബി ഈസി. വൺ തിങ് ഇസ് ദ ടീം. ന്യൂകാസൽ എന്ന് പറയുന്ന ടീം വെൽ സെറ്റ് ആയിട്ടുള്ളൊരു ടീമാണ്. അലക്സാണ്ടർ ഇസാക്ക് ഇല്ലാത്തത് കൊണ്ട് അവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷേ അലക്സാണ്ടർ ഇസാക്കിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അവരുടെ ഒരു ബിൽഡപ്പ് പ്ലേ ആൻഡ് ഫിനിഷിങ് എല്ലാത്തിനും കൂടെ. അവർക്കുള്ള വേറൊരു കുഴപ്പം എന്ന് പറഞ്ഞാൽ അവരുടെ രണ്ടാമത്തെ സെക്കൻഡ് ഓപ്ഷൻ സ്ട്രൈക്കറും ഈ സീസണിൽ പോയി. ഇപ്പോൾ അവർ വിത്തൗട്ട് സ്ട്രൈക്കർ ആയിട്ടുള്ളൊരു ടീമാണിപ്പോൾ. ആൻ്റണി ഗോർഡൻ വിങ്ങറാണ്, അവർ സ്ട്രൈക്കിലിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതൊരു ഇതുണ്ട്. അവർ മൊത്തം ഫ്യൂരിയസ് ആയിട്ടിരിക്കുന്നത് ലിവർപൂളിനോടാണ്. കാരണം ദേ മെയ്ഡ് ദ അപ്രോച്ച് ആൻഡ് മെയ്ഡ് തിങ്സ് വേഴ്സ് ഫോർ ദം. അങ്ങനെയാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട്. ഈവൻ ദോ ലാസ്റ്റ് സീസണിൻ്റെ സ്റ്റാർട്ടിൽ തന്നെ ടുവേർഡ്സ് എൻഡ് ഓൾറെഡി മാനേജറിനോടും മാനേജ്മെൻറ്റിനോടും ഡിസ്കസ് ചെയ്തൊരു കാര്യമാണെന്നാണ് പുറത്തു വരുന്ന ന്യൂസ്. ഇപ്പോൾ ക്രെയ്ഗ് ഹോപ്പൊക്കെ ന്യൂകാസലിൽ ഉള്ളൊരു വെൽ നോൺ സ്പോർട്സ് പേഴ്സണലാണ്, അവിടെയുള്ള സ്പോർട്സ് ജേർണലിസ്റ്റ്. പുള്ളി ആണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. ഇറ്റ് വാസ് ഇൻഫോംഡ് ബിഫോർ. പക്ഷേ ന്യൂകാസൽ വിൽക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വേറെ അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. കാരണം ന്യൂകാസലാണ് അവന് പേ ചെയ്യുന്നത്. ന്യൂകാസൽ പ്ലെയറാണ്, 3 years ഇപ്പോഴും കോൺട്രാക്റ്റിലുണ്ട്. അപ്പോൾ വാട്ട് എവർ ന്യൂകാസൽ സേ ഹി ഈസ് ലയബിൾ ടു ഡു ദാറ്റ്, ബട്ട് ഹി ഈസ് ഓൺ സ്ട്രൈക്ക്. ആസ് ഐ സെഡ് എർലിയർ, വി ആർ നോട്ട് ഗോയിങ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. പക്ഷേ ബിഹേവിയർ എന്ന് പറയുന്നത് അത്ര നല്ലൊരു ബിഹേവിയർ അല്ല. ഈവൻ ദോ ഐ എം എ ലിവർപൂൾ ഫാൻ, ലിവർപൂളിലേക്കാണ് വരാൻ പോകുന്നത് എന്നുള്ളത് എല്ലാം ഉണ്ടെങ്കിലും ദാറ്റ് ബിഹേവിയർ ഇസ് നോട്ട് അക്സെപ്റ്റബിൾ അറ്റ് ഓൾ. അതിപ്പോൾ ന്യൂകാസലിൽ വന്നത് കൊണ്ട് നമുക്ക് അതിന് അഭിപ്രായമില്ല, അല്ലെങ്കിൽ ലിവർപൂളിലേക്കാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദിസ് ക്യാൻ ഹാപ്പൻ വിത്ത് എനി ടീം, വിത്ത് എനി പ്ലെയർ, എനി ടൈം. അതുകൊണ്ട് അതിന് നമ്മളിപ്പോൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദീസ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ കീപ്പ് ഓൺ ഹാപ്പനിങ്. ഈ വിൻഡോ തന്നെ പല സിറ്റുവേഷനിൽ നടന്നിട്ടുണ്ട് കേട്ടോ. അത് വിക്ടർ യോക്കറസ് സ്പോട്ടിങ് ചെയ്തതും ഇതേ സിമിലർ ഇത് തന്നെയാണ്. പ്രശ്നങ്ങളിലേക്ക് അത് പോകാതിരുന്നത് എന്താ വെച്ചാൽ സെയിൽ നടന്നു ആ ഒരു ഗ്യാപ്പിനുള്ളിൽ. പിന്നെ ഇപ്പോൾ ന്യൂകാസലിലേക്ക് ലിങ്ക് ചെയ്തിരിക്കുന്ന വേറെ സ്ട്രൈക്കറുണ്ട്, ബ്രെൻഫോർഡിൻ്റെ യോനി വീസ. അവിടെയും ഇതേ ഗിമ്മിക്ക് തന്നെയാണ് നടക്കുന്നത്. ഇഫ് ദേ ആർ നോട്ട് സപ്പോർട്ടിങ് ദിസ്, ദേ ഷുഡ് ബി സപ്പോർട്ടിങ് ദാറ്റ് ഓൾസോ. ന്യൂകാസലിന് ഒരു ഡിപ്പാച്ചറിന് ഉള്ള അതേ സിറ്റുവേഷൻ തന്നെയാണ് ന്യൂകാസലിലേക്ക് പുതിയ അറൈവലിന് അവരുടെ പാരന്റ് ക്ലബിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നമ്മളതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം നമുക്ക്. സോ ദിസ് വീഡിയോ ഈസ് കംപ്ലീറ്റ്ലി അബൌട്ട് ദ ന്യൂ ഫസ്റ്റ് ഗെയിം വീക്ക്. ഫസ്റ്റ് വീക്കിൻ്റെ ഒരു ഡിസ്കഷനാണ് ഉദ്ദേശിച്ചത്. ആസ്റ്റൺ വില്ല ന്യൂകാസൽ ഗെയിം ഒരു ഡ്രോ ആയിരുന്നു. ഇറ്റ് വാസ് റിട്ടൺ ഓൾ ഓവർ എ ഡ്രോ, ബട്ട് ഗോൾലെസ് ഡ്രോ ആയിരിക്കും ഒട്ടും പ്രതീക്ഷിച്ചില്ല, ടു ബി ഓണസ്റ്റ്. അവർക്ക് രണ്ട് ടീമിനും ഫയർ പവർ ഉള്ള ടീമാണ്. അപ്പോൾ അവർക്ക് ചാൻസുകളുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു ചാൻസ്, ന്യൂകാസലിനായിക്കോട്ടെ ഇവർക്ക് വില്ലയ്ക്കായിക്കോട്ടെ, ചാൻസുകൾക്ക് ഒരുപാട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, ബട്ട് കുഡിൻ ക്യാപിറ്റലൈസ്. ഇവൻച്വലി ഇറ്റ് വാസ് എ ഡ്രോ. തേർഡ് ഗെയിം എന്ന് പറയുന്നത് ബ്രൈറ്റൺ വേഴ്സസ് ഫുൾഹാം. ഫുൾഹാം ഗെയിം ഞാൻ ബ്രൈറ്റൺ ആണ് എഡ്ജ് കൊടുത്തിരുന്നത്. ഹോം ഗെയിമാണ്. അവർ കുറച്ചും കൂടെ എന്താ പറയുക, ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആൻഡ് അൺടിൽ ദ ലാസ്റ്റ് മൊമെൻറ്റ് അത് കറക്റ്റ് വരുന്നു. 90+6 7 എന്താണ് റോഡ്രിഗോ മ്യൂണീസിൻ്റെ ഗോൾ വന്നത്. മ്യൂണീസ് ആക്ച്വലി വേറെ ഏതോ ക്ലബ്ബായിട്ട് ലിങ്ക്ഡ് ആയിരുന്നു. ഐ ഡോണ്ട് നോ വെദർ ഇപ്പോഴും ലിങ്ക്ഡ് ആണെന്ന് തോന്നുന്നു. ദർ ആർ ചാൻസസ് ഹി മൈറ്റ് ഡിപ്പാർട്ട്. സോ ആ ഗെയിം ഓവറോൾ ഗെയിമിൻ്റെ ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അറിയാം, ഹാരി വിൽസൺ ഗെയിമിലേക്ക് വലിയ കാര്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഒന്നും നടത്താൻ കഴിഞ്ഞില്ല. ഡിഫെൻസീവ്ലി രണ്ട് ടീമും നല്ലതായിരുന്നു ആക്ച്വലി, ടു ബി ഓണസ്റ്റ്. നല്ല ഡിഫെൻസീവ് പെർഫോമൻസ് ആയിരുന്നു. അറ്റാക്കിങ്ങിന് അധികം ചാൻസ് കിട്ടിയിട്ടില്ല ആ ഗെയിമിന്. കുറച്ച് ഡ്രൈ ഗെയിമായിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ സണ്ടർലൻഡ് വെസ്റ്റ് ഹാം നമുക്ക് ഹാപ്പി ആക്കുന്ന ഒരു റിസൾട്ടാണത്. എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്നു. കാരണം വെസ്റ്റ് ഹാമിന് ഡിപ്പാർട്ട് ചെയ്ത ആൾക്കാരെന്ന് അവർക്ക് കുഡൂസ് പോയി അവിടെ ഒരാളെ റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഒരു വെൽ നോൺ നെയിം എന്നുള്ളൊരു സെറ്റപ്പിൽ അവിടെ ആരെയും കൊണ്ടുവരാൻ അവർക്ക് പറ്റിയിട്ടില്ല. കഴിഞ്ഞ സീസണിൽ ഒരുപാട് വൾണറബിളായിട്ട് ഫീൽ ചെയ്തൊരു ടീമാണ് വെസ്റ്റ് ഹാം. അപ്പോൾ ആ ഒരു ഇതിനകത്ത് അവർക്ക് ഈ കഴിഞ്ഞ വിൻഡോയിൽ അവർ ഒരുപാട് ആളുകൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒബ്വിയസ്ലി ഈ വിൻഡോയിൽ ഒരുപാട് സൈനിങ്സ് നടത്താൻ പറ്റില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എന്താണ്, അവരുടെ ഫാൻസ് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. അവരുടെ മാനേജ്മെൻറ്റ് ദ വേഴ്സ്റ്റ്
മാനേജ്മെൻറ്റ് ടു റൺ എ ക്ലബ് എന്നുള്ള രീതിയിലാണ് അവരുടെ ഫാൻസ് തന്നെ വെസ്റ്റ് ഹാമിന് പറയുന്നത്. ഓൺ ദ അതർ ഹാൻഡ് സണ്ടർലൻഡ് ഈ സീസണിൽ നല്ലോണം മാർക്കറ്റ് സ്റ്റഡിയൊക്കെ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് കണ്ടപ്പോൾ തോന്നുന്നത്. കാരണം പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉള്ള കുറച്ച് വെറ്ററൻസ് ആണെങ്കിലും ഗ്രാനിറ്റ് ഷാക്ക പോലുള്ള ആർസനലിൻ്റെ ഒരു വൺ ഓഫ് ദ ലെജൻസ് ആണ് പുള്ളി. അപ്പോൾ ആ ഒരു ആളെ കൊണ്ടുവന്ന് അവർക്കൊരു ചാൻസ് കൊടുക്കുക, കളിപ്പിക്കുക. തിരിച്ച് 2017 സീസണിന് ശേഷം ആദ്യമായിട്ട് പ്രീമിയർ ലീഗ് കളിക്കുന്നു. ആ ക്യാമ്പയിൻ്റെ സ്റ്റാർട്ടിങ് ഗെയിം ഹോം ഗ്രൗണ്ടിൽ വരുന്നു, അവർ ആ ഗെയിം 3-0 ജയിക്കുന്നു. ബ്രില്യൻ്റ് ആക്ച്വലി, 3 ഗോൾസും ഒന്നും പറയാനില്ല. ബ്രില്യൻ്റ് ഫിനിഷ്, ടോപ്പ് നോച്ച് ഫുട്ബോൾ ഫ്രം ദം. പിന്നെ ഒരു സീസണിൽ അത്യാവശ്യം സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ നല്ലോണം അഡീഷൻ അവർ ടീമിനൊന്ന് സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. നല്ല നല്ല പ്ലെയേഴ്സിനെ പല സൈഡിൽ നിന്നും, അഡിംഗ്ര പോലുള്ള പ്ലെയേഴ്സിന് പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയും പുറത്തുനിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് നല്ല രീതിയിലുള്ളൊരു ബിൽഡ് ആ ടീം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് അവർക്ക് കിട്ടി. സോ വെൽക്കം ബാക്ക് ടു പ്രീമിയർ ലീഗ്. സൂപ്പറായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സോ കീപ് ഗോയിങ്. അതിപ്പോൾ അവരെ പറ്റി പറയാനുള്ളൂ. പിന്നെ ബേൺലി, ടോട്ടനം വേഴ്സസ് ബേൺലി, ഇറ്റ് വാസ് എക്സ്പെക്റ്റഡ് ആക്ച്വലി. നമ്മൾ ടോട്ടനം പോലുള്ളൊരു ക്ലബ്ബായിട്ടുള്ളൊരു ഫസ്റ്റ് മാച്ച് അവർ റീബിൽഡ് കാര്യങ്ങളൊക്കെ ചെയ്തൊരു ടീം. മെയിനായിട്ട് പറയാനുള്ളത്, ഒരുപാട് കോച്ചുകൾ മാറി മാറി വന്നപ്പോഴും ബ്രനൻ ജോൺസൺ റൈറ്റിലും ലെഫ്റ്റിലാണ് അവർ ആൾക്കാരെ കൂടുതൽ ലെഫ്റ്റിൽ കളിക്കേണ്ട ഒരു പ്ലെയറിനെ റൈറ്റിൽ തന്നെ കളിപ്പിച്ചുകൊണ്ടിരുന്നു കുറച്ച് നാൾ. ഇത് ഫസ്റ്റ് ടൈമാണ് സോൺ പോയതിൻ്റെ ഒരു അവിടെ സോൺ പോയി വെർണറിനെ അവിടെ കളിപ്പിക്കുന്നില്ല. അപ്പോൾ അവിടേക്ക് ബ്രനൻ ജോൺസിനെ മാറ്റിയിട്ട് റൈറ്റ് സൈഡിൽ കുഡൂസിന് ഇട്ടപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് അവർക്ക് കിട്ടി. കുഡൂസ് 2 അസിസ്റ്റ് ഉണ്ടായിരുന്നു ഗെയിമിൽ. പിന്നെ കുഡൂസിൻ്റെ ഒരു ഗെയിമിൽ അത്യാവശ്യം ഡ്രിബിളിങ്ങും കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആണ്. അപ്പോൾ അത് ത്രെറ്റാണ് ഏത് ടീമിനാണെങ്കിലും. അപ്പോൾ അതെന്തായാലും നല്ല രീതിയിൽ ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ടും യൂട്ടിലൈസ് ചെയ്യാനായിട്ടും കോച്ചിന് പറ്റിയിട്ടുണ്ട്. ഗ്രേറ്റ് റിസൾട്ട്. ബൈസൈക്കിൾ കിക്കൊക്കെ അടിച്ച് റിച്ചാർലിസൺ ഫസ്റ്റ് ഗെയിം വീക്കിൽ തന്നെ 2 ഗോൾസ്. ഗോൾ റൗട്ടർ ഉണ്ടായിരുന്ന കുറച്ച് പ്ലേയേഴ്സിൽ ഒരാളാണ്. അപ്പോൾ ആൾക്ക് ഗോളും കാര്യങ്ങളൊക്കെ കിട്ടിയതിൽ as a football fan, we are also happy. Always I tell this, we all feel sorry for Burnley all the time. അവർ എല്ലാ സീസണിലും പ്രീമിയർ ലീഗിൽ കളിക്കാൻ വരുന്ന സീസണിൽ റെലഗേറ്റ് ആവുന്നു, ചാമ്പ്യൻഷിപ്പ് പോകുന്നു, നെക്സ്റ്റ് സീസൺ തിരിച്ചു വരുന്നു, പിന്നെ റെലഗേറ്റ് ആവുന്നു, പോകുന്നു. ഇത് ബിൽഡ് ചെയ്ത് നിർത്താനായിട്ട് ഒരു ലീഡ്സ് യുണൈറ്റഡിൻ്റെ പോലെയോ അല്ലെങ്കിൽ ഒരു ഫുൾഹാമിൻ്റെ പോലെയോ ബ്രെൻഫോർഡിൻ്റെ പോലെയോ ഒന്നും അവർക്ക് പറ്റുന്നില്ല. അവർക്കൊരു 1 സീസണിലേക്ക് തന്നെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫുള്ളായിട്ട് അവർക്ക് അഡാപ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ട്. കഴിഞ്ഞ തവണ വിൻസെൻ്റ് കമ്പനിയുടെ ടീമായിട്ട് വന്നപ്പോൾ ഇത് തന്നെയായിരുന്നു അവസ്ഥ. നൗ ഓൾസോ ദേ ഹാവ് എ സ്റ്റാർട്ട്. ഐ ഹോപ്പ് ഇത് ഒരു സംഭവം ഇതോടെ നിൽക്കട്ടെ. അവർ കുറച്ച് ഗെയിംസൊക്കെ ജയിക്കുന്നു പ്രതീക്ഷിക്കാം ദിസ് ടൈം. നെക്സ്റ്റ് ഗെയിം വാസ് വൂൾസ് വേഴ്സസ് മാൻ സിറ്റി. മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് വൂൾസിൻ്റെ കാര്യത്തിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാനുണ്ട്. കാരണം എവ്രിബഡി, നമ്മളിപ്പോൾ ഫുട്ബോൾ പണ്ഡിറ്റ്സ് ആയിക്കോട്ടെ, വേറെ ആരോട് ചോദിച്ചാലും ഹൂ വിൽ വിൻ ദ ലീഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന പേരുകൾ ലിവർപൂൾ ആൻഡ് ആർസനലാണ്. മിക്കവാറും ആൾക്കാർ പറയുന്നത് ഇങ്ങനെയാണ്. അതിൽ എല്ലാവരും മറന്നുപോയൊരു പേരാണ് മാഞ്ചസ്റ്റർ സിറ്റി. കഴിഞ്ഞൊരു സീസൺ കൊണ്ട് മറക്കാൻ പറ്റിയൊരു പേരല്ല മാഞ്ചസ്റ്റർ സിറ്റി. എപ്പോഴൊക്കെ അണ്ടർഡോഗ്സ് ആയിട്ട് അവർ ഇരുന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ അവർ പ്രശ്നക്കാരാവാറുണ്ട് വെരി നെക്സ്റ്റ് സീസണിൽ. അതുപോലെ തന്നെ ഐ ഡോണ്ട് റിമെമ്പർ അടുപ്പിച്ച് 2 സീസൺ ലീഗ് പെപ് ഗാർഡിയോള എടുക്കാത്തൊരു സിറ്റുവേഷനും റയറായിട്ട് നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴും ഈ സീസണിൽ അവർ റൈറ്റ് ഓഫ് ചെയ്യുന്നത് വളരെ മണ്ടത്തരാണ്. ഫസ്റ്റത്തെ ഗെയിമിൽ തന്നെ നമുക്കത് അവർ കാണിച്ചു തന്നു. ഏറ്റവും കൂടുതൽ ഗോളടിച്ച 2 ടീം ഒന്ന് ഇതുവരെ ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സൺഡേ ആഫ്റ്റർനൂൺ വരെ, ഒന്ന് ലിവർപൂൾ 4 ഗോൾസ് ബട്ട് 2 കൺസിഡേർഡ്. വൂൾസിൻ്റെ കാര്യത്തിൽ എവേ ഗെയിം ആയിരുന്നിട്ട് പോലും മാഞ്ചസ്റ്റർ സിറ്റി അവിടെ പോയിട്ട് 4 ഗോൾ അടിച്ചു. ആ ഗോൾ വാങ്ങുന്നതിന് മുന്നേ 1-2 ചാൻസുകൾ, നല്ല അടിപൊളി ചാൻസുകൾ വൂൾസിന് കിട്ടിയതായിരുന്നു. സൂപ്പർ ഗെയിം ആയിരുന്നു അവരുടെ. ആക്ച്വലി നല്ല ബ്രൈറ്റ് സ്റ്റാർട്ടൊക്കെ ആയിരുന്നു അവർക്ക്. ഒരു ഗോൾ അടിച്ചു, ഇറ്റ് വാസ് ഓഫ് സൈഡ്. അത് കഴിഞ്ഞിട്ടൊരു ചാൻസ് കിട്ടി, അതും ഓഫ് സൈഡ് ആയിരുന്നു ആള്. അതുപോലെ തന്നെ കുറച്ച് മൂവ്മെൻ്റ് ഉള്ളൊരു ഗെയിമായിരുന്നു അവരുടെ ആദ്യത്തെ ഒരു ഫസ്റ്റ് 34 മിനിറ്റ്സിൽ ഫസ്റ്റ് ഗോൾ വരുന്നത് വരെ. ഫസ്റ്റ് ഗോൾ വന്ന് പിന്നെ മാഞ്ചസ്റ്റർ സിറ്റി ബിക്കെയിം ദ മാഞ്ചസ്റ്റർ സിറ്റി. അവരുടെ ആ ഒരു ഓറ തിരിച്ചു വന്ന പോലെയാണ് പിന്നെ പെർഫോമൻസ് ഉണ്ടായിരുന്നത്. ഓഫ് കോഴ്സ് എർലിംഗ് ഹാലൻഡ് ഓൺ ദ സ്കോർ ഷീറ്റ്. അവരുടെ 2 ന്യൂ സൈനിങ്സ്. ലിവർപൂളിൻ്റെ ന്യൂ സൈനിങ്സിനെ പറ്റി ഞാൻ ആകെ പറഞ്ഞത് എക്കിറ്റിക്കെ മാത്രമാണ്. സോ ഐ എം നോട്ട് മിക്സിങ് ലിവർപൂൾ ആൻഡ് മാഞ്ചസ്റ്റർ സിറ്റി ന്യൂ സൈനിങ്സ്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ന്യൂ സൈനിങ്സ് വാസ് ഓൺ ടു ദ പോയിന്റ്. നമ്മളത് മുന്നേ മുതൽ പറയുന്ന ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത്രയ്ക്കേ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. സോ ജസ്റ്റിഫിക്കേഷൻ ചോദിക്കുക അല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ
കുറച്ചേ ഉള്ളവർക്ക്, കാരണം 36.5 million പ്ലസ് 6 million ആഡ് ഓൺസ് എന്നൊക്കെ പറയുന്നത് ഷെർക്കി പോലുള്ളൊരു പ്ലെയറിന് അതൊരു ബാർഗിൻ തന്നെയാണ്. ആസ് മീൻ എല്ലാ പ്ലെയേഴ്സും അതുപോലെ ഫാബ്രിസിയോ റൊമാനോ അടക്കമുള്ള ആളുകൾ പറയുന്ന പോലെ തന്നെ ദാറ്റ് വാസ് എ ബാർഗിൻ ഓഫ് ദ സീസൺ ടു ബി ഓണസ്റ്റ്. ആൻഡ് ഹി പ്രൂവ്ഡ് ആക്ച്വലി. പുള്ളി ഗെയിമിലേക്ക് വന്നപ്പോൾ തന്നെ ആ ഒരു മിഡ്ഫീൽഡിൻ്റെ ഒരു ഡൈനാമിക് തന്നെ മാറി. പിന്നെ ആ ഒരു പോയിന്റ് എത്തിയപ്പോഴേക്കും വൂൾസും കൈൻഡ് ഓഫ് ടയർഡായിരുന്നു കംപ്ലീറ്റ്ലി. ദാറ്റ്സ് ഓൾസോ വൺ ഓഫ് ദി റീസൺ. റെയിൻഡേഴ്സ് ഇസ് അനദർ പേഴ്സൺ വിച്ച് വി നീഡ് ടു ടോക്ക് അബൌട്ട്. Goal and an assist on his very first game for Man City. I mean competitive game for Man City. ഡെബ്യൂവിൽ തന്നെ നല്ലൊരു പെർഫോമൻസ് ആണ്. മിഡ്ഫീൽഡ് പൊസിഷനിൽ ഡിഫെൻസീവ് മിഡ്ഫീൽഡറായിട്ടാണ് പുള്ളി സ്റ്റാർട്ട് ചെയ്തത് മാൻ സിറ്റിക്ക്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം ഹി വാസ് പ്ലേയിങ് ഒഫെൻസീവ് ദ ഹോൾ ഗെയിം. ആഫ്റ്റർ 34 minutes വൺസ് ആ ഗോൾ കിട്ടിയതിന് ശേഷം ആ ടീം, അതുപോലെ ഫസ്റ്റ് ഗോളിൻ്റെ ക്രിയേറ്റീവ് ഇൻ ചീഫും അവൻ തന്നെയായിരുന്നു. അസിസ്റ്റ് കിട്ടിയത് റീക്കോ ലൂയിസിനാണെങ്കിലും ആ ഗെയിം സെൻറ്ററിൽ നിന്ന് കൊണ്ടുവന്ന് ആൾക്കാരെ കംപ്ലീറ്റ് ഡ്രിബിൾ പാസ് ചെയ്ത് പോയി ഒരു ചിപ്പ് ഷോട്ട് വെച്ച് കൊടുത്തതിന് ശേഷമാണ് ആ ഗോൾ ഓണായത്. അപ്പോൾ ഫസ്റ്റ് ഗോളിൻ്റെ ക്രിയേറ്റീവ് ഇൻ ചീഫും പുള്ളി തന്നെയായിരുന്നു. സെക്കൻഡ് ഗോൾ അടിച്ചു, തേർഡ് ഗോൾ അസിസ്റ്റ്. വാസ് ബ്രില്യൻറ്റ് ആക്ച്വലി. ദ ഹോൾ ഗെയിം ഹി വാസ് സിംപ്ലി ബ്രില്യൻറ്റ്. ഒരു ബ്രൈറ്റ് സ്റ്റാർട്ട് കിട്ടി. അവർക്ക് അതിനുള്ള പ്ലെയേഴ്സ് ഉണ്ട്. ഇപ്പോൾ സാവിന്യോ ഈസ് ഓൺ ദ വേർജ് ഓഫ് ജോയിനിങ് ടോട്ടൻഹാം ഹോട്ട്സ്പർ. അതും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് ഗോയിൻ ടു ബി റിയലി ടഫ് സിറ്റുവേഷൻ ഫോർ എനി അതർ ടീം, ബിക്കോസ് വാട്ട് ദേ ആർ എയിമിങ് അറ്റ് റൈറ്റ് നൗ ഇസ് ടു ബ്രിങ് റോഡ്രിഗോ ഫ്രം റിയൽ മാഡ്രിഡ്. റോഡ്രിഗോയും ആക്ച്വലി ഇപ്പോൾ തൃശ്ശങ്കൂലാണുള്ളത്. എവിടെയെങ്കിലും ഒരു ഗ്രിപ്പ് കിട്ടിയിട്ടില്ല ആ ടീമിൽ. പുള്ളി ഓൾമോസ്റ്റ് പ്രൊജക്ടിൻ്റെ ഹീസ് ഓൾസോ പാർട്ട് ഓഫ്, ഐ മീൻ ഹീസ് നോട്ട് പാർട്ട് ഓഫ് ദ പ്രൊജക്ട് ഇൻ റിയൽ മാഡ്രിഡ്. അപ്പോൾ പുള്ളിക്ക് എങ്ങനെയെങ്കിലും നല്ലൊരു ടീമിലേക്ക്, ഇനിയിപ്പോൾ കൂടിപ്പോയി കഴിഞ്ഞപ്പോൾ എന്താ പറയുന്നത് 17th ആയി. അപ്പോൾ ഒരു 2 weeks, ലെസ് ദാൻ 2 weeks ടൈമുള്ളൂ. മാഞ്ചസ്റ്റർ സിറ്റി പോലെ അത് പെപ് ഗാർഡിയോളയുടെ അണ്ടറിൽ ഒരു ടീം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഹി വിൽ ബി ടെംപ്റ്റഡ്. സോ വരാനുള്ള സാധ്യതയുണ്ട്. അതും കൂടി വന്നു കഴിഞ്ഞാൽ ആ ടീം കുറച്ചും കൂടെ ടഫായിരിക്കും. പുള്ളി കുറച്ചും കൂടെ ആൾക്കാർ പോകുന്നതിനെ പറ്റി, റീക്കോ ലൂയിസ് അടക്കം ഇന്നലെ കളിച്ച് അസിസ്റ്റ് വരെ കൊടുത്തൊരു പ്ലെയറിനെ നോട്ടിങ്ങം 40 million എന്തോ നോക്കുന്നുണ്ടെന്നാണ് കേട്ടത്. ട്രാൻസ്ഫർ കൂടെ നടന്നു കഴിഞ്ഞാൽ ദേ വിൽ ബി റീപ്ലേസിങ് ഹിം ഓൾസോ വിത്ത് സംബഡി. ലിവർമെൻഡോ ആണ് അവരുടെ മൈൻഡിലും കുറേ മുമ്പ് മുതലുള്ളത്, ന്യൂ കാസലിൻ്റെ ലിവർമെൻഡോ. ഐ ഡോണ്ട് തിങ്ക് ലിവർമെൻഡോന് കിട്ടാൻ അത്ര എളുപ്പമായിരിക്കും തോന്നുന്നില്ല. ന്യൂ കാസലിന് ഓൾറെഡി ആരെയും കിട്ടുന്നില്ല. അപ്പോൾ അവരുടെ പ്ലേയേഴ്സിന് പോകുന്ന കാര്യം, അവർ ഡിപ്പാർച്ചർ എന്തായാലും അവർ സ്റ്റോപ്പ് ചെയ്യും. എസ്പെഷ്യലി ഇപ്പോൾ കഴിഞ്ഞ ഗെയിമും കാര്യങ്ങളൊക്കെ കണ്ടതിനോടുകൂടി അവർക്കറിയാം ഡിഫെൻസീവ്ലി കുറച്ചും കൂടെ സ്ട്രെങ്തൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് ഉറപ്പായിട്ടും അവർ ദേ വിൽ മേക്ക് ഷുവർ.